നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്ന ഒറാക്കൾ വെച്ച് നോക്കാം കേട്ടോ. എല്ലാം കൂടി പറയണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ്. കയ്യിൽ നിന്ന് എല്ലാം കൂടി താഴേക്ക് പോകാൻ നോക്കി. ഓക്കെ, ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ് കേട്ടോ. ഐ ആം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെ പ്രതി അവർ ഒബ്സെഷനാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. ഇറ്റ് ഹേർട്സ് സോ മച്ച്. ആ വേദന അവർക്ക്, ആ ഒബ്സെഷൻ അവർക്കതൊരു വേദനയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്കായിട്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഡാർക്ക് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ എല്ലാം ഒരു അന്ധകാരമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈറ്റ് അവർക്ക് വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ലൈഫ് വിത്തൗട്ട് യു ഇസ് ഹോപ്പ്ലെസ്, ഡാർക്ക് ആൻഡ് ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം. ആ വെളിച്ചം അവർക്ക് എന്നും വേണം എന്നാണ് അവർ പറയുന്നത്. ഐ കാൺട്ട് പ്രോമിസ് യു എനിത്തിങ്. എത്രയും പെട്ടെന്നൊരു ആക്ഷൻ അവരെടുക്കും എന്നവർക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സമയം വേണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ദ പാഷൻ ഈസ് ടു മച്ച്. കാരണം അവർക്ക് തോന്നുന്ന ആ പാഷൻ വളരെ അധികമാണ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ പെട്ട് അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നാണ് അവർ ബേസിക്കലി പറയുന്നത്. വിൽ ദിസ് പെയിൻ എവർ സ്റ്റോപ്പ്. ഈ വേദന എന്തെങ്കിലും തീരുമോ എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് അവർ തന്നില്ല എന്നവർക്ക് ബോധ്യമുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഐ എം അഫ്രെയ്ഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. സൊസൈറ്റിയെ പറ്റി ചിന്തിക്കുകയാണ്. മറ്റുള്ളവരെന്ത് പറയും എന്നോർത്ത് അവർ ഭയപ്പെടുകയാണ് എന്ന് പറയുന്നു. ബൈ ലൈയിങ് ഐ റിപ്ഡ് us apart. അവരുടെ ഫീലിങ്സ് ആവില്ല. അവർ ഒന്ന് മാറി നിൽക്കുന്ന പോലെ, നിങ്ങളെ ഒഴിവാക്കുന്ന പോലെയൊക്കെ അവർ പെരുമാറിയിട്ടുണ്ടാവും. പക്ഷെ അത് അവർക്ക് നിങ്ങളെക്കാൾ ഏറെ വേദന അവരനുഭവിച്ചു എന്നാണ് പറയുന്നത്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. നിങ്ങൾ രണ്ടുപേരും തന്നെ ഈ സിറ്റുവേഷനിൽ നിന്നും വേദന അനുഭവിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങളുടെ സ്നേഹത്തിന് പകരം വയ്ക്കാനായിട്ട് അവരുടെ ലൈഫിൽ യാതൊന്നും ഇല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങളുടെ സംസാരം, നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നും പറയുന്നു കേട്ടോ. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവരുടെ മിസ്റ്റേക്ക് കാരണം പറ്റിയിട്ടുള്ള ആ ഒരു കുഴപ്പം, അതിൻ്റെ വേദന അവർ അനുഭവിക്കുന്നു എന്ന് പറയുക.